നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. കാരണം ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷും അതിനോടൊപ്പം തന്നെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇതിൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, പ്രിലിംസ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇനിയുള്ള ഏതാണ്ട് 60 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ മെയിൻസിന്റെ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള, നിങ്ങൾ ഏത് പ്രിലിംസ് ക്ലിയർ ചെയ്താലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾക്കുള്ള മെയിൻസിന്റെ ടോപ്പിക്കുകളും ഈ ഒറ്റ ബാച്ചിൽ നിന്ന് കിട്ടും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ, ഇതിന്റെ ഒക്കെ മെയിൻസിന്റെ ക്ലാസ്സുകളും ഇതിൽ തന്നെ കിട്ടും. ഒരൊറ്റ ഫീസ് പോലും നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരത്തില്ല. ഇതിലൊരു സെപ്പറേറ്റ് സ്ട്രാറ്റജി കൂടിയുണ്ട്. ആ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മക്കളെ, ഇതാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുക. ഓരോ ദിവസത്തെയും സ്റ്റഡി പ്ലാൻ. ഇതിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മാർക്ക് കൊണ്ടുവരാൻ പോകുന്ന കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമാണ്. MEM എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 50 മാർക്കിന്റെ ടോപ്പിക്കാണ്. നമുക്കറിയാം 50 മാർക്കിന്റെ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കുകൾ മുഴുവനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷും മാത്സും മലയാളവും ചില ആളുകൾ നന്നായിട്ട് സ്ട്രോങ് ആണ്, ചിലർ സ്ട്രോങ് അല്ല, ചില ആളുകൾ കുറച്ചുകൂടി ബെറ്റർ ആവണം. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായി അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് പഠിക്കാൻ പറ്റും. കാരണം നമ്മളത് സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിവിഷൻ ചെയ്യേണ്ട ടോപ്പിക്ക് നമ്മൾ തന്നു എന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായി ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പഠിച്ചു പോകാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മുഴുവനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് തരും. അത് കൂടാതെയുള്ള എല്ലാ GK ടോപ്പിക്സും, കാരണം GK ടോപ്പിക്സിലാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മാർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. കടല് പോലുണ്ട്, കടല് പോലെ. ഈ കടല് പോലുള്ള GK ടോപ്പിക്സ് 50 മാർക്ക് GK ടോപ്പിക്സിൽ നിന്ന് പരമാവധി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, കഴിഞ്ഞ 13 ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അത്രയും പ്രധാനപ്പെട്ട ആ ടോപ്പിക്കുകൾ ഉൾപ്പെടെയുള്ള ടോപ്പിക്കുകൾ കൃത്യമായി ഡിവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഓരോ ദിവസവും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആദ്യം മാർച്ച് 3, ഇന്ന് രാവിലെ ഓൾറെഡി ക്ലാസ് പോയിട്ടുണ്ട്. മാർച്ച് 3-ാം തീയതി ട്യൂസ്ഡേ ആണ്. ജോഗ്രഫി ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. നമുക്കറിയാം ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യയും ഓഷ്യൻ കറൻസും എത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, പരമാവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അങ്ങനെയാണ് നമ്മൾ ഈ GK ടോപ്പിക്സ് ഇട്ടിരിക്കുന്നത്. ഇനി നോക്കിയാൽ നാളെ നോക്കിയടാ, നാളെ എക്കണോമിക്സിൽ നാഷണൽ ഇൻകം ആണ്. ഒരു ചോദ്യമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടായിട്ടില്ല. അതിനടുത്ത് മാർച്ച് 5 നോക്കിയേ, ലിറ്ററേച്ചറും എക്കണോമിക്സുമാണ്. അവിടെ നാഷണൽ ഇൻകത്തിന്റെ പാർട്ട് 3 ഉണ്ടാവും. അതേപോലെ കൃതികളും കഥാപാത്രങ്ങളും അവിടെ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഫ്രൈഡേയിലേക്ക് വരുമ്പോൾ IT-യും ലിറ്ററേച്ചറും ഉണ്ട്. സൈബർ ലോയും സാഹിത്യ പ്രസ്ഥാനങ്ങളും, അങ്ങനെ ഓരോ ടോപ്പിക്കുകളും കൃത്യമായി കാച്ചിക്കുറുക്കിയാണ് നിങ്ങളുടെ മുൻപിലേക്ക് തരുന്നത്. ഇത് കൂടാതെ നമ്മൾ എക്സാംസും തരുന്നുണ്ട്. ആ എക്സാംസ് ഫുൾ ലെങ്ത് എക്സാമുകൾ കാണും. ഏതാണ്ട് 3300-ലധികം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കും. ഓരോ ടോപ്പിക്കിന്റെയും ടോപ്പിക് വൈസ് എക്സാംസ് കാണും. അത് കൂടാതെ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് എക്സാമുകൾ കാണും. കഴിഞ്ഞ 13 ഡിഗ്രി പ്രിലിംസിന്റെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിലുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഫുൾ ലെങ്ത് എക്സാമുകൾ, ഏതാണ്ട് 15ഓളം ഫുൾ ലെങ്ത് എക്സാമുകൾ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് എക്സാമുകൾ, സെക്ഷണൽ എക്സാമുകൾ, അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ടെസ്റ്റ് സീരീസ് കൂടി നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് കാണും. ഇങ്ങനെ ഓരോ ടോപ്പിക്കൽ, സാലിയം ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ബേസിക് എക്കണോമിക്സ്, ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, ലോക്പാൽ ആൻഡ് ലോകായുക്ത, കേരളത്തിലെ സാംസ്കാരിക വൈവിധ്യം, ഉത്സവങ്ങൾ, ഗ്ലോബൽ വാർമിംഗ്, contributions of prominent scientists. നോക്കിയേ, ഓരോ ടോപ്പിക്കിലെയും ഓരോ സബ്ജക്റ്റിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കിടിലൻ സ്റ്റഡി പ്ലാൻ ആണ്. ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഏപ്രിൽ മാസം 30 വരെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്തിൽ. ഏപ്രിൽ 25ഓട് കൂടി നമ്മുടെ മുഴുവൻ ടോപ്പിക്കുകളും കഴിഞ്ഞിട്ട്, പ്രധാനപ്പെട്ട GK എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞിട്ട് നമ്മൾ റിവിഷനും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങളെ എക്സാമിലേക്ക് വിടത്തുള്ളൂ. ഇത് കൂടാതെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കൂടെ കിട്ടും. പരമാവധി ചോദ്യങ്ങൾ അധ്യാപകർ നേരിട്ട് വന്ന് പഠിപ്പിച്ചു തരും. അപ്പം നിങ്ങൾക്ക് സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ ലൈവായിട്ട് ചെയ്യണം? ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇന്റലിജന്റ് എലിമിനേഷൻ ടെക്നിക്ക് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പല ഗുണങ്ങൾ എന്തിലുണ്ടാവും, ഈ പറയുന്ന ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിൽ ഉണ്ടാവും. ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കണം, എന്താണ്, നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തു. കാരണം എന്താണെന്ന് അറിയാമോടാ, ഇതിൽ വേറെ കുറച്ച് എലമെന്റുകൾ കൂടി നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ പെർഫോമൻസ് ലോഗാണ്. നമ്മൾ പറഞ്ഞു 15 ഡിഗ്രി പ്രിലിംസിന്റെ 15 ഫുൾ ലെങ്ത് എക്സാമുകൾ അവിടെ കാണും. 15 ഫുൾ ലെങ്ത് എക്സാമുകൾ കാണും. ഏതാണ്ട് 13ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തരും.
അതുകൂടാതെ ചാപ്റ്റർ ടെസ്റ്റുകൾ ഉണ്ടാവും. ഈ ഓരോ എക്സാം ചെയ്യുമ്പോഴും നിങ്ങളിതാ ഈ ഒരു ഷീറ്റ് നിങ്ങൾക്ക് തരും. ഈ ഷീറ്റ് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ച് ചെയ്തോണം. മോക്ക് 1 ഡേറ്റ് നമ്മൾ എഴുതണം. അവിടെ എത്ര സ്കോർ നിങ്ങൾക്ക് കിട്ടി, അതിലേത് ഏരിയയിലാണ് നിങ്ങളുടെ മാർക്ക് പോയത്, അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അവിടുത്തെ ആക്ഷൻ പ്ലാൻ എന്താണ്, ഈ മാർക്ക് പോയതിനെ എങ്ങനെ നിങ്ങൾ കവർ ചെയ്യും, ഏത് രീതിയിൽ കവർ ചെയ്യും, ആ ആക്ഷൻ പ്ലാൻ എഴുതി വെക്കാം. ഇങ്ങനെ ഓരോ എക്സാം ചെയ്യുമ്പോഴും നിങ്ങളുടെ വീക്ക് ഏരിയ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ആ വീക്ക് ഏരിയയ്ക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റും. പലപ്പോഴും നിങ്ങൾ എന്താ ചെയ്യുന്നത്, എക്സാം എഴുതുന്നു, അടുത്തതിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ഒരു അനാലിസിസ് നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എവിടെയാണ് വീക്ക്, നിങ്ങൾ എവിടെയാണ് പെർഫെക്റ്റ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിന്റെ പെർഫോമൻസ് ലോഗ് നമ്മൾ തരും. ഇത് നിങ്ങളുടെ ബാച്ചിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ മറ്റൊന്ന് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന്റെയും ട്രാക്ക് അനാലിസിസ് ആണ്. നമുക്കറിയാം ഓരോ സബ്ജക്റ്റും, ഒന്നാമത്തെ ടോപ്പിക് നമ്മളിപ്പോൾ പൊളിറ്റി എടുക്കുകയാണെന്ന് വിചാരിച്ചോ, കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണ്, അതിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ് നമ്മൾ എടുക്കുന്നത് വിചാരിച്ചോ. അവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് എഴുതി. അവിടെ നിങ്ങൾ ഒന്നാമത്തെ റിവിഷൻ ചെയ്തോ, രണ്ടാമത്തെ റിവിഷൻ ചെയ്തോ, മൂന്നാമത്തെ റിവിഷൻ, 4 റിവിഷൻ, 5 റിവിഷൻ ചെയ്തോ. അവിടെ നിങ്ങൾ കോൺഫിഡൻസ് എന്താണ്, ഇങ്ങനെ ഓരോ ടോപ്പിക്കും എഴുതും. ഇങ്ങനെ നിങ്ങൾ ഓരോ ടോപ്പിക്ക് ചെയ്യുമ്പോഴും ആ ടോപ്പിക്കിൽ എത്ര റിവിഷൻ നിങ്ങൾ ചെയ്തു, ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നോക്കിയേ, അടുത്ത് നോക്കിയേ, സിവിക്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ദെൻ അതേപോലെ കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, ദെൻ അതേപോലെ എക്കണോമിക്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെയും ഒരു ലോഗ് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എവിടെ എത്തി, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, ഏത് രീതിയിൽ പോകുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കയറി പോകുന്ന കാണാനായിട്ടുള്ള ഒരു ഗ്രിഡും കൂടി തരുന്നുണ്ട്. ആദ്യത്തെ മോക്ക് എക്സാം നമ്പർ 1 എഴുതി, നിങ്ങളുടെ മാർക്ക് എവിടെയാണ്, നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു, 50 സ്കോർ ചെയ്തു, 52 സ്കോർ ചെയ്തു, 53 സ്കോർ ചെയ്തു, അടുത്ത എക്സാം കൂടിയോ കുറഞ്ഞോ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും കുറവാണോ, നിങ്ങൾക്ക് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് എവിടെ നിൽക്കാൻ പറ്റും, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പടക്കം ബാച്ചാണ് നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് തരുന്നത്. മക്കളെ, ഈ ബാച്ചിൽ ജോയിൻ ചെയ്താലേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഗ്രി പ്രിലിംസ് ക്രാഷ് പ്ലസ് മെയിൻസ് ബാച്ച് തുടങ്ങിയത്. നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. 10% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ പ്രത്യേകത, നിങ്ങൾ എയർലി ബിഡ് ഓഫറാണ്, ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇന്നാണ് ആദ്യത്തെ ക്ലാസ് വന്നത്. നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞ് ചിലപ്പോൾ ജോയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴാണ് ഏറ്റവും റൈറ്റ് ടൈം. ഇപ്പോൾ 10% ഡിസ്കൗണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാച്ചിൽ ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തോണം, ബാച്ചിൽ ജോയിൻ ചെയ്തോണം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് മക്കളെ, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഗൂഗിൾ ഫോമിൽ ചോദിക്കാം. അല്ലെങ്കിൽ 8281223366 ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് വിളിച്ചോ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ. കാരണം 250 സീറ്റ് മാത്രമാണുള്ളത്. ഇനിയും വെറും 50 സീറ്റ് കൂടി മാത്രമേ മിച്ചമുള്ളൂ. വളരെ കുറച്ച് സീറ്റ് കൂടെ ഉള്ളൂ, ബാക്കി എല്ലാ സീറ്റും ഫില്ലായി. അപ്പോൾ നിങ്ങളുടെ ബർത്ത് ഉറപ്പിച്ചോ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ, നേരെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ, അടിപൊളിയായിട്ട് പഠിച്ചോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.